ഇന്ന് ഞാൻ മുട്ടയും അതുപോലെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി നമുക്ക് അപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാം. ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മുട്ട വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മുട്ട പൊട്ടി പോവാണ്ട് നമുക്ക് കിട്ടും. മുട്ട നല്ലപോലെ കുക്കായാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാള വേണം, അതുപോലെ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും വേണം, പച്ചമുളകും വേണം. ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അതുപോലെ സവാളയും ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കേണ്ടത്. ഒരുപാട് ഇഞ്ചിയൊന്നും ചേർക്കണ്ട. എല്ലാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തത്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ സവാള വലുതാണെങ്കിൽ 1 എണ്ണം എടുക്കുക. ഈ സവാള ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. കട്ട് ചെയ്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കിഴങ്ങും വേണം, ക്യാരറ്റും വേണം. ഞാനിവിടെ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ കിഴങ്ങായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് ഇതും നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാനിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്താ വേണ്ടത് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളിതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയുടെ പകുതി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പോളം നാളികേരം ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഒത്തിരിയൊന്നും ചേർക്കരുത്, അപ്പം നമ്മുടെ കറിയിൽ ഏലക്കയുടെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. 1 എണ്ണം ചേർത്താൽ മതി. ഇനി ചേർക്കുന്നത് കുരുമുളകാണ്. 1/2 ടീസ്പൂണോളം മുഴുവനോടെയുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട്. പൊടിയാണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി നമ്മൾ മുഴുവനോടെയുള്ള വലിയ ജീരകമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പട്ടയുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ നാളികേരമൊക്കെ അരച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതിനകത്തുള്ള കിഴങ്ങും അതുപോലെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ കുക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കാവണ്ട, കുറച്ച് വെള്ളം കൂടെ അങ്ങ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നാളികേരമൊക്കെ ചേർത്ത് കാരണം നല്ലതുപോലെ തിളച്ച് വേണം വരാൻ. ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കറി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ട ചേർത്തതിന് ശേഷം. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2-3 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ടിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും കൂട്ടി ചോറുണ്ണാനും അപ്പം ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 3 മുട്ട മാത്രമേ നേരത്തെ ചേർത്തിട്ടുള്ളൂ. ഒരു മുട്ട ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയൊക്കെ തൂവിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.